ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നങ്ങോട്ട് തുടങ്ങാൻ പോവുക. നമ്മുടെ ഇൻട്രൊഡക്ഷനും അതേപോലെ നമ്മുടെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്ന് അങ്ങോട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്കറിയാം കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി തുടങ്ങാൻ പോണ ടോപ്പിക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ നോക്കി തുടങ്ങാം. സിംപ്ലിഫിക്കേഷൻ ഞാനൊന്ന് എഴുതിക്കോട്ടെ, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമിൽ 5 മുതൽ 10 മാർക്സ് വരെ ഈ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പം എക്സാക്റ്റ് ആയ ഒരു വാല്യൂ, അപ്രോക്സിമേഷൻ പേര് പോലെ തന്നെ ഏകദേശം ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ പക്ഷേ അതിൻ്റെ എന്താ പറയുക, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണ രീതികളോ അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യണ രീതികളൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ കാര്യം നമുക്ക് ആദ്യം സിംപ്ലിഫിക്കേഷൻ നോക്കാം, അതിന് ശേഷം നമുക്ക് അപ്രോക്സിമേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ബാങ്ക് എക്സാമിൽ ഒരു 5 to 10 മാർക്സ് വരെയാണ് സിംപ്ലിഫിക്കേഷൻ ബേസ്ഡായി ചോദിച്ച് കാണാറ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. നമുക്ക് പ്രോബ്ലംസിനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം, ന്യൂമറിക്കൽ എന്നും വെർബൽ എന്നും. ഈ വെർബൽ എന്ന് പറയുമ്പം ഒരു പാരഗ്രാഫ്, ഒരു എസ്സേ പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മളത് വായിക്കും, അതിൻ്റെ മീനിങ് മനസ്സിലാക്കും, ഓക്കെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും, അതിൻ്റെ ഫോർമുലാസോ അല്ലെങ്കിൽ എന്താണോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. അതാണ് വെർബൽ പ്രോബ്ലം. ന്യൂമറിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും, അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു പരിപാടി അവിടെ നമുക്ക് ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ വെർബൽ പ്രോബ്ലംസിനേക്കാളും നമുക്ക് ഈസി ആയി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഏത്? നമ്മുടെ ന്യൂമറിക് പ്രോബ്ലംസ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ മാത്സിൽ സിംപ്ലിഫിക്കേഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല. എല്ലാ പ്രോബ്ലംസിലും നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് തന്നിട്ട് നമുക്ക് നോക്കാം, ഒരാളുടെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ 1000 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അവിടെയും നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ഇപ്പോൾ ഒരു വർക്ക് ടൈം ആണെങ്കിൽ ഇപ്പോൾ 10 ദിവസം കൊണ്ട് ഒരാൾ ഇത്ര വർക്ക് ഒരാൾ ചെയ്തു, 15 ദിവസം കൊണ്ട് ഇത്ര വർക്ക് ഒരാൾ ചെയ്യുമ്പോൾ 2 പേരും കൂടെ കൂടിയാൽ അവിടെയും നമ്മൾ സിംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യണം. അങ്ങനെ മാത്സിൻ്റെ ഈച്ച് ആൻഡ് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ മുക്കിലും മൂലയിലും എന്തുണ്ട്? സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എത്രത്തോളം സ്ട്രോങ് ആക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വെർബൽ പ്രോബ്ലം വായിച്ച് സിംപ്ലിഫിക്കേഷൻ നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ നല്ല മിടുക്കിയൊക്കെ ആയെങ്കിൽ വെർബൽ പ്രോബ്ലംസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി സിംപ്ലിഫിക്കേഷൻ ചടപടയെന്നാവും, ചിലപ്പോൾ നമുക്ക് സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് സിംപ്ലിഫിക്കേഷൻ സ്ട്രോങ് ആക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള യൂസ്. പിന്നെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പം അത് ഒരു ടോപ്പിക്ക് ബേസ്ഡ് അല്ല. സിംപ്ലിഫിക്കേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. 44.73% ഓഫ് 8291 പ്ലസ് 24 into 84 divided by 283 minus 22. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിലിപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു അഡീഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു സബ്ട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ഇനിയും പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്ക്വയർ റൂട്ട് ഉണ്ടാവും. ഇപ്പോൾ 144 ഇതൊരു ഈസി ആയ സ്ക്വയർ റൂട്ടാണ്, എന്നാലൊരു എക്സാമ്പിൾ അല്ലേ. ഇനിയിപ്പോൾ വേറെ ഒരു ക്യൂബ് റൂട്ട് ഉണ്ടാവാം, ചിലപ്പോൾ
343യുടെ ക്യൂബ് റൂട്ട്. അങ്ങനെ ക്യൂബ് റൂട്ട് സ്ക്വയർ, ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, പെർസെൻറ്റേജ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ 4 ഓപ്പറേഷൻസ് ഓഫ് മാത്സ്. ഇതെല്ലാം കൂടെ കൂടിയ ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സിംപ്ലിഫിക്കേഷൻ്റെ ഫസ്റ്റ് ഒരു വളരെ എന്താ പറയുക ഒരു ബേസിക്കായ ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറേ കോൺസെപ്റ്റ് കൂടിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കും. നമ്മൾ നോക്കാൻ പോണ കോൺസെപ്റ്റ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് 43.75 എന്ന് എഴുതാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ 43.75% ഓഫ് 8 to 9. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ ഇതിൻ്റെ പുറകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 43.75% ഓഫ് സോ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കുറേ പേര് എൻ്റെ അമ്മോ ഇതെന്തൊരു ചോദ്യം, ചിലപ്പോൾ ബോധം കെട്ട് വീഴും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡായി നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു 40% ആയിരുന്നെങ്കിൽ നമുക്ക് ഈസിയായി സോൾവ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഒരു 45% ആയിരുന്നെങ്കിൽ പിന്നെയും വേണ്ടില്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നമ്മൾ പഠിച്ച ഒരു രീതിയിൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ് അല്ലേ? 43.75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8291. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജനറലായി നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ 43.75ഉം 8291ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾ നോക്കുക, രണ്ടും 4 ഡിജിറ്റ് നമ്പേഴ്സാണ്. 4 ഡിജിറ്റ് നമ്പേഴ്സാണ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ഇനി നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഷോർട്ട് ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താലും അത്യാവശ്യം ടൈം കൺസ്യൂമിങ്. നമുക്ക് ആ സെക്കൻഡ് 30 സെക്കൻഡ് 40 സെക്കൻഡിലൊന്നും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഈ ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാൻ നമുക്ക് വേണ്ടി. ഇനിയിപ്പോൾ ഒരു കാൽക്കുലേറ്റർ സ്പീഡിൽ എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ ആളാണെങ്കിൽ മിനിമം 2 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും. 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. പിന്നെ നമ്മളതിനെ 100 കൊണ്ടുള്ള ഡിവിഷൻ ഈസിയാണ്. കാരണം 2 ഡിജിറ്റ്സ് മാറി ബാക്കിൽ നിന്ന് ഒരു പോയിന്റ് ഇട്ടാൽ മതി. 100ൻ്റെ ഡിവിഷൻ നമുക്ക് ഈസിയാണ്, കുഴപ്പമില്ല. പക്ഷേ 4 ഡിജിറ്റ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടീഡിയസ് ടാസ്ക്, അല്ലെങ്കിൽ ഒരു ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ്. സോ അവിടെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണ കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. എവിടെയൊക്കെ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ മാത്സിൽ ഒരു വലിയ ടോപ്പിക്കാണ്. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ പെർസെൻറ്റേജ് ബേസ് ചെയ്ത് ചിലപ്പോൾ DAയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഇങ്ങനെ ഈ ഒരു പെർസെൻറ്റേജ് ബേസ് ചെയ്ത് നമ്മൾ ഒരു മാത്സിൻ്റെ കുറേ ഏരിയാസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണോ പെർസെൻറ്റേജ് ബേസ് ചെയ്ത് വരുന്നത് അവിടുത്തെ സിംപ്ലിഫിക്കേഷൻ, അവിടുത്തെ സൊല്യൂഷൻ ഈസിയായി, അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഈസിയായി സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം? ഇപ്പം നമ്മൾ പഠിക്കാൻ പോണ സംഭവം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ഇപ്പം ഞാൻ പറയണത് അതെങ്ങനെ അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിലപ്പം ഇപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ ആ ടോപ്പിക്സ് പഠിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇതാണല്ലേ അന്ന് പറഞ്ഞ്, ഓക്കെ അപ്പോൾ ഇത്ര കോംപ്ലെക്സ് ആയ ഒരു കാൽക്കുലേഷൻ ഇത്ര ഈസിയായി നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പോൾ അതാണ് നമ്മൾ അന്ന് അത് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. സിംപ്ലിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഈ പ്രോബ്ലം എന്താ പറയുക, ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു മിനിമം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും ആവും. ഓക്കെ, ഇപ്പോൾ ഈ പ്രോബ്ലം എന്താ പറയുക ഒരു സെക്കൻഡ്സിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളിനി പഠിക്കാൻ പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ. അപ്പോൾ നമുക്കത് നോക്കാം. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ. ഓക്കെ, പെർസെൻറ്റേജ് ഓക്കെ, ഇപ്പോൾ ഇതിൽ 2 വേർഡ്സ് ഉണ്ട്. ഒന്ന് പെർസെൻറ്റേജ്, ഒന്ന് ഫ്രാക്ഷൻ. അപ്പോൾ ആദ്യം എന്താണ് പെർസെൻറ്റേജ്, എന്താണ് ഫ്രാക്ഷൻ, അതിൻ്റെ ഒരു ജിസ്റ്റ് നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയാൻ പാടില്ലായിരിക്കും, കുറേ പേര് മറന്നു പോയിട്ടുണ്ടാവും, കുറേ പേർക്ക് മറന്ന പോലെ ഉണ്ടാവും. സോ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന്
പൊടി തട്ടിയെടുക്കാം. ആദ്യം നമുക്ക് എന്താണ് ഫ്രാക്ഷൻ എന്ന് നോക്കാം. ഈ ഭിന്നസംഖ്യ എന്ന് നമ്മൾ ഇപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവർ ഭിന്നസംഖ്യ എന്ന് പഠിച്ച അതേ സംഭവം തന്നെയാണ് ഈ ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ക്വയർ ഉണ്ട്. നമ്മൾ ആ സ്ക്വയറിനെ 4 ഈക്വൽ പാർട്സായി നമ്മൾ ഡിവൈഡ് ചെയ്തു. എങ്ങനെ? 4 ഈക്വൽ പാർട്സായി നമ്മുടെ സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിൽ നമ്മൾക്ക് ഒരു പാർട്ടിൻ്റെ കാര്യം നമുക്ക് മതി. നമ്മളതിൽ ഒരു പാർട്ടിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഏതൊരു രീതിയിലായാലും ആ ഒരു പാർട്ടിൻ്റെ കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളതിൽ ഒരു പാർട്ട് നമ്മൾ മുറിച്ച് മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ വലിപ്പം എത്രയാണെന്ന് നോക്കാൻ പോവുക, അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവുക. അങ്ങനെ ഒരു പാർട്ടിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2 പാർട്ടിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ 3 പാർട്ടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തമുള്ള ഹോളായുള്ളൊരു സാധനത്തിന് നമ്മൾ ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 2 എണ്ണം, അല്ലെങ്കിൽ അതിൽ നിന്ന് 3 എണ്ണം, അതിൽ നിന്ന് എല്ലാം, അങ്ങനെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന സംഭവങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഫ്രാക്ഷൻ. ഒരു പാർട്ടിനെ മാത്രമാണ് നമ്മൾ 1/4. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടോ അത് താഴെ എഴുതിയിട്ട് നമ്മൾ എത്ര പാർട്സിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യാൻ പോണേ, നമുക്ക് എന്തോരാണോ നമുക്ക് ആവശ്യം, അതാണ് നമ്മൾ മുകളിൽ എഴുതണത്. ഇപ്പോൾ 2 പാർട്സ് ആണെങ്കിലോ 2/4, 3 പാർട്സ് ആണെങ്കിൽ 3/4, 4 പാർട്സ് ആണെങ്കിൽ 4/4. ഇനി നമ്മളിതിനെ ഒരു 6 പാർട്സായി, ഈക്വൽ പാർട്സ് ആണ് കേട്ടോ, ഈക്വൽ പാർട്സ് നമുക്ക് നോക്കാം. ഒരു 8 ഈക്വൽ പാർട്സായി നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു പാർട്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/8. ഇതിൽ നമ്മൾ 7 പാർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 7/8. അങ്ങനെ. ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താഴെ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും, നമ്മൾ മുകളിൽ എഴുതുന്നതിനെ ന്യൂമറേറ്റർ എന്ന് പറയും. ഓക്കെ, യെസ്. മുകളിൽ എഴുതുന്ന സാധനത്തിനെ ന്യൂമറേറ്റർ എന്നും ഫ്രാക്ഷനിൽ താഴെ എഴുതുന്ന സാധനത്തിനെ ഡിനോമിനേറ്റർ എന്നും നമ്മൾ പറയും. ഇനി നമ്മൾ നോക്കാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രാക്ഷൻ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ. 2 ടൈപ്പ് ഫ്രാക്ഷൻ ഉണ്ട്. ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫ്രാക്ഷനാണ്, വേറൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. 1/2, 8/15, 9/99, 7/99, 8/78. ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇനി ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാം. 2 വേണ്ട, 3/2, 15/7, 100/26, 1000/283. യു സി, ഇതൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതായത് ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ അതെന്താണ്? പ്രോപ്പർ ഫ്രാക്ഷനാണ്. മറിച്ച് ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നിങ്ങൾ നോക്കുക, 15 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററാണ്, താഴെ എഴുതുന്നതാണല്ലോ നമ്മുടെ ഡിനോമിനേറ്റർ. 15 ന്യൂമറേറ്ററിനേക്കാളും വലുതാണോ ചെറുതാണോ? 8 ആണോ വലുത്? 15 ആണോ വലുത്? 15 ആണ് വലുത്. അപ്പോൾ 15. സോ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. അതുകൊണ്ട് അത് എന്ത് ഫ്രാക്ഷനാണ്? പ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നോക്കുക, ഇപ്പോൾ 26, അതാണ് നമ്മുടെ ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ ഈ 26 എന്ന് പറയുന്നത് 100-നേക്കാളും ചെറുതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും ചെറുതാവുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇനി ഒരു കുഞ്ഞ കാര്യം കൂടെ ഫ്രാക്ഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഇപ്പം നിങ്ങൾ നോക്കുക, 3/2 ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ഹോൾ നമ്പർ എന്തായാലും കിട്ടും. കാരണം എന്താണ്? മുകളിലുള്ള വാല്യൂ വലുതാണ്. അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് 3/2 ചെയ്യുമ്പോൾ ഇവിടെ 1. ഓക്കെ, നമുക്ക് നമ്മുടെ കോഷ്യൻ്റ്, ഇപ്പം ഞാനിത് മാച്ചിട്ട് എഴുതാം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 3/2 ആണ്. നമ്മളിതിനെ ഡിവൈഡ് ചെയ്തപ്പം നമ്മുടെ കോഷ്യൻ്റ് നമുക്ക് 1ഉം റിമൈൻഡർ നമുക്ക് 1ഉമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമ്മുടെ ഡിവൈസർ ഏതാണ്? 2 ആണ് നമ്മുടെ ഡിവൈസർ.
ഡിവൈസർ 2 ആണ്, ആ 2 തന്നെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഹോൾ നമ്പറും ഒരു റിമൈൻഡറും കിട്ടുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയണ പേരാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഹോൾ എന്താ പറയുക ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനാക്കി എഴുതാം? ഇവിടെ നമ്മൾ നമ്മുടെ കോഷ്യൻ്റ് എഴുതും, ഇതാണ് നമ്മുടെ റിമൈൻഡർ. പിന്നെ നമ്മുടെ തന്നിരിക്കുന്ന ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ, ഇവിടെ ഇപ്പോൾ 2 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഇവിടെ എഴുതും. അപ്പോൾ നമ്മുടെ 3/2 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2. ഓക്കെ, 1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ ഇംപ്രോപ്പർ ആക്കാം? 2 × 1, ഇവിടെ ഇൻറ്റു ആണ്, പ്ലസ് ദിസ് 1, അതായത് 2 × 1 + 1. ഇത് നമ്മുടെ റിമൈൻഡറാണ്, ഇത് നമ്മുടെ കോഷ്യൻ്റാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ കോഷ്യൻ്റ്, ഈ നമ്പർ, ഈ ഹോൾ നമ്പർ പ്ലസ് നമ്മുടെ റിമൈൻഡർ ചെയ്യുമ്പം നിങ്ങൾ നോക്കാം നമുക്ക് ഏത് കിട്ടും? 3/2. ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടും? 3/2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. നമുക്ക് നോക്കാം. അപ്പം 3/4 ഇതാണ് നമ്മുടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം? 4 × 1 + 3 / 4. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 7/4. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇംപ്രോപ്പർ ടു മിക്സ്ഡ്, മിക്സ്ഡ് ടു ഇംപ്രോപ്പർ കൺവേർഷൻ. ഇനി ഈ 1/2 അല്ലെങ്കിൽ ഈ 3/4 എന്ന് പറയുന്ന സംഭവം, ഇപ്പോൾ 1/4 2 3/4 കേട്ടോ. ഇപ്പോൾ നമുക്കൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്, നമുക്ക് 2 3/4 ആണ് നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഹോൾ നമ്പറാണ്, ഇത് നമ്മുടെ റിമൈൻഡറാണ്, ഇത് നമ്മുടെ ഡിനോമിനേറ്ററാണ്. ഇതിപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ എന്ത് കിട്ടും? 8 + 3 / 4 എന്ന് പറഞ്ഞാൽ 11/4. ഇനി ഇത് ഇപ്പോൾ 2 3/4 എന്ന് പറയുന്നത് കുറേ പേരുടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണയാണ്. 2 3/4 എന്ന് പറഞ്ഞാൽ 2 × 3/4 ആണ്. അല്ല, 2 3/4 എന്ന് പറഞ്ഞാൽ, യെസ് യു പ്ലീസ് നോട്ട് ഇറ്റ്, 2 + 3/4 എന്നാണ്, അല്ലാതെ 2 × 3/4 എന്നല്ല. കുറേ പേര് 2 × 3/4 ആണ് അതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, 2 + 3/4 ആണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, ഇതിപ്പോൾ ഇനി ഇതൊരു കൺഫ്യൂഷനായി ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മളൊരു ഹോൾ നമ്പറും നമ്മളൊരു ഫ്രാക്ഷനും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഈ ഡിനോമിനേറ്ററും കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 4 × 2 + 3 / 4. അപ്പോൾ നമ്മുടെ ആൻസറായ 11/4 നമുക്ക് കിട്ടും. നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യാറ്? 4 × 2 + 3. അപ്പോൾ എന്താണ് ഇത്? മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇത് ഹോൾ നമ്പറിൻ്റെയും ഫ്രാക്ഷൻ വാല്യൂടെയും സമ്മേഷനാണ്. ഓക്കെ, അതുകൂടെ എല്ലാവരും നോട്ട് ചെയ്യുക, മറക്കരുത്. നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ഇപ്പോൾ നമ്മളൊരു പക്ഷേ നമ്മുടെ ഈ ഒരു പാർട്ടിൽ, അതായത് നമ്മുടെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷനിൽ നമുക്ക് ഈ അഡീഷൻ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ എന്നാലും ഫ്രാക്ഷൻ ബേസ്ഡായും നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രാക്ഷൻസ് മാത്രമായിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈസിയായി നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു ഹോൾ നമ്പർ കൊണ്ട് നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കാം. 2 × 2 3/4. നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2നെ നമ്മൾ നമ്മുടെ ഹോൾ നമ്പറിലും ന്യൂമറേറ്ററിലും മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതായത്
എങ്ങനെയാണ് 4/6/4 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ഇൻറ്റു ഈ 2 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 2 + 3/4 എന്ന് എഴുതാം അല്ലേ? യെസ്, 2 + 3/4 എന്ന് എഴുതാം. ഇപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂസ് അഡീഷനിലാണ്. നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? പുറത്ത് നമുക്ക് ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അകത്തുള്ള എല്ലാ വാല്യൂവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇപ്പം A ഇൻറ്റു B + C ആണെങ്കിൽ AB + AC ആണ് അല്ലേ? നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 4 + 2 ഇൻറ്റു 3/4. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 4/6/4. സോ നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾ നമ്പറിലും നമ്മുടെ ഫ്രാക്ഷൻ പാർട്ടിൻ്റെ ന്യൂമറേറ്ററിലും മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ, നമ്മുടെ ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് ഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫ്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രാക്ഷൻ ബേസ്ഡ് ആയ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൻ്റെ മലയാളം പറഞ്ഞാൽ ശതമാനം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് ഇതാണ് നമ്മുടെ സിമ്പിൾ. ഈ പെർസെൻറ്റേജിൻ്റെ മീനിങ് എന്താണ്? 1/100 എന്നാണ്. ഓക്കെ, പെർസെൻറ്റേജ്, പെർ എന്ന് പറഞ്ഞാൽ ഓരോ, സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ 100നും എത്ര, ഓരോ 100നും എത്ര എന്നുള്ളതാണ് നമ്മുടെ പെർസെൻറ്റേജ്. അതായത് ഇപ്പോൾ ഒരു സാധനം 1000 രൂപയ്ക്ക് ഇത്രയാണെങ്കിൽ ഓക്കെ, അതിൽ 100 രൂപയ്ക്ക് എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതാണ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 50% എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 50 ഇൻറ്റു 1/100, അതായത് 50/100. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന് പെർസെൻറ്റേജിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ബാക്കി പെർസെൻറ്റേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എപ്പോൾ നോക്കാം? പെർസെൻറ്റേജിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക്, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ, നമ്മുടെ ഹീറോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോവാം. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ 43.75 എന്ന് പറയുന്ന ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്കതിനെ ഈസിയായി നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ? ഇത് പഠിക്കണത് വഴി. സോ അതാണ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തുള്ള എല്ലാ പെർസെൻറ്റേജ് വാല്യൂസിൻ്റെയും ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. ഇറ്റ്സ് സംതിങ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1/1 തൊട്ട് 1/20 വരെയുള്ള ഫ്രാക്ഷൻ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് വാല്യൂസും നമ്മൾ പഠിക്കും. അതാണ് നമ്മൾ ഇന്നിവിടെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കി നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന വാല്യൂ 1/1. ഓക്കെ, 1/1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ നോക്കുക, 100%. 100%നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? 1/1 കിട്ടുന്നത്. സോ അപ്പം 1/1ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പെർസെൻറ്റേജ് വാല്യൂ 50%. 50% ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/100 എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഡിനോട്ട് ചെയ്യണ സിമ്പൽ ആണ് ഏത്? ഈ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 50 ഇൻറ്റു 1/100. അപ്പോൾ അതെന്താണ്? 50/100. നമ്മളിതിനെ വെട്ടിയാൽ 1/2 എന്ന് കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഫ്രാക്ഷൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഫ്രാക്ഷൻ വാല്യൂസും നമുക്ക് എങ്ങനെ കിട്ടുന്നത്? കാരണം നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യും. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ വാല്യൂ ആണ് എന്ത്? നമ്മുടെ ഈ വാല്യൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പെർസെൻറ്റേജ് നോക്കാം. 33.33%. സോ ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 1/33
3 ആണ്. ഇപ്പോൾ 33.33 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 33. കിട്ടുന്ന വാല്യൂ ആണ് ഏത് നമ്മുടെ 1/3. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഹോൾ നമ്പർ ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 33 1/3 ആണ്. ഇപ്പോൾ ഈ 33 നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ എഴുതി 33 എന്ന്. 0.33 എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ് 1/3. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായി തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 ഡിവൈഡഡ് ബൈ 3 നമ്മൾ ചെയ്യുമ്പോൾ നോക്കൂ, 1ൽ 3 ഇല്ല, അപ്പോൾ 0. നമ്മൾ പോയിൻ്റ് ഇട്ട് 0 ഇടുന്നു. 10ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 ഉണ്ട്, 9 വരും. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ 0.333 നമുക്ക് കിട്ടും. സോ അങ്ങനെയാണ് ഈ 33 1/3 എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് നോക്കാം. 25%. 25%ഉം ഇതേപോലെ തന്നെ എന്താണ്? 25 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1/4 കിട്ടും. ഇനി 20%, അതിന് നമുക്ക് എങ്ങനെ? 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 1/5 കിട്ടും. ഇനി 16 ഇവിടെ നമുക്കിത് ചെയ്യും. 16.66%, അതിൻ്റെ വാല്യൂ എന്താണ്? 1/6 ആണ്. അഗെയിൻ ഒരു ഡെസിമൽ പോയിൻ്റ് വാല്യൂ ഉണ്ട്. 16 2/3%. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാല്യൂ 14.28%. സോ ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/7. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഹോൾ നമ്പർ ഉണ്ട്, ഡെസിമൽ പാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14 2/7. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 7 ആണ് ഏത് വാല്യൂ? 0.28. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വാല്യൂ 12.5%. അതിൻ്റെ ഫ്രാക്ഷൻ 1/8. യു സി ഇവിടെയും അങ്ങനെയാണല്ലേ, ഹോൾ നമ്പറും ഡെസിമൽ പാർട്ടും ഉണ്ട്. 12 1/8. ഇവിടെയൊക്കെ പെർസെൻറ്റേജ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വാല്യൂ ആണ് 11.11%. ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ് 1/9. അത് നമ്മളിവിടെ നോക്കുമ്പോൾ 11 1/9. ഇനി 10 ആണ്. 10ൻ്റെ എന്താണ്? 1/10 ആണ്. ഓക്കെ, നമ്മൾ 1/20 വരെ നോക്കും. ഇപ്പം 1/10 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ 1/10 വരെയുള്ള ഈ വാല്യൂസ് നിങ്ങൾ ഒന്നെങ്കിൽ നോട്ട്സ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതാണ് 1 തൊട്ട് 1/10 വരെ ഉള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയ പെർസെൻറ്റേജ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും നോട്ട്സ് എടുത്തല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് 11 തൊട്ട് 20 വരെയുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് 11 തൊട്ട് 20 വരെ ഉള്ളതാണ്. ഇനി 9.09%. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ വാല്യൂ ആണ് 1/11. ഇതിന് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിൽ എഴുതാം 9 1/11%. ഇനി 1/12, അതിൻ്റെ കറസ്പോണ്ടിങ് ആയ പെർസെൻറ്റേജ് വാല്യൂ 8.33%. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 1/3%. ഇനി 1/13, അതിൻ്റെ വാല്യൂ 7.69, അതായത് 7 9/13. 7 9/13%ന് നമുക്ക് എങ്ങനെ പറയാം? 1/13 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ. ഇനി നെക്സ്റ്റ് ആണ് 1/14. 1/14 നമ്മൾ പറയുമ്പോൾ
7.14% ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/7 നമുക്ക് എഴുതാം. ഇനി 1/15 ആണ്, അതായത് 6.66. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/3%. ഇതിൽ ചില ഫ്രാക്ഷൻ വാല്യൂസ് അല്ലെങ്കിൽ ചില പെർസെൻറ്റേജ് വാല്യൂസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് നമ്മൾ അധികം ചോദിച്ച് കാണാറില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് ചോദിച്ചാലായി എന്നുള്ള രീതിയിലും അങ്ങനെയുള്ള രീതിയിലുള്ള വാല്യൂസും ഉണ്ട്. സോ അത് നമുക്കത് ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനത് പറയാം. ഇനി 1/16. 1/16ൻ്റെ വാല്യൂ 6.25. 6.25 എന്ന് പറയുമ്പോൾ 1/4%. ഇനി 1/17. 1/17 എന്ന് പറഞ്ഞാൽ 5/17. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. 5.88%. അതായത് 5/17. ഇനി 1/18 എന്ന് പറഞ്ഞാൽ 1/18 5.55%. അതായത് 5/9. ഇനി 1/19 ഉണ്ട്, 1/20 ഉണ്ട്. 1/19 എന്ന് പറഞ്ഞാൽ 5/19%. നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ, നമ്മുടെ ഹോൾ നമ്പർ, നമ്മുടെ നമ്പർ പോയിൻ്റ് ഫോമിൽ എഴുതുമ്പം 5.26. 1/25%. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് 11 തൊട്ട് 20 വരെ ഉള്ളതിൻ്റെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ വാല്യൂസ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇപ്പോൾ നമ്മളിതെല്ലാം ഇപ്പോൾ നമുക്കറിയാം, അതിൽ കുറേ പോയിൻ്റ് ഉണ്ട്, മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൈ ഹാർട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് നമുക്കൊരു പണിയാണ് അല്ലേ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ പഠിച്ച ഒരു രീതി ഞാൻ പറയാം. ഞാനിത് ബൈ ഹാർട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഒരു പേപ്പർ റെഫർ ചെയ്യാതെയാണ് എല്ലാ 1 തൊട്ട് 20 വരെയുള്ള വാല്യൂസ് ഞാൻ എഴുതിയത്. ചില വാല്യൂസ് ഇപ്പം ഒന്ന് ആലോചിക്കേണ്ടി വന്നു, കാരണം അത് അധികം നമ്മൾ യൂസ് ചെയ്ത് കാണാത്ത, ഇപ്പം 1/17 അല്ലെങ്കിൽ 1/18, 1/19 ഈ വാല്യൂസ് ഒന്നും നമ്മൾ അങ്ങനെ കൂടുതൽ, ഇപ്പം ഞാൻ ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിലും ഇത്തരം വാല്യൂസ് കുറവായിരുന്നു. സോ അതുകൊണ്ടാണ് ആ വാല്യൂസ് അതെന്താണ് എന്ന് ഓർത്തെഴുതേണ്ട ഒരു കണ്ടീഷൻ. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും, നമ്മൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഷീറ്റ്, നമ്മളെ ഒരു നോട്ട്സ് എടുത്ത ആ ഒരു ഷീറ്റ് മുമ്പിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 12.5% എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 12.5, അപ്പോൾ അതിൻ്റെ നമ്മളപ്പോൾ തന്നെ നോക്കുകയാണ് 1/8. ഓക്കെ, അപ്പോൾ 1/8. അപ്പോൾ ഒരു 4 പ്രോബ്ലം നമ്മൾ 12.5 വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഓക്കെ 12.5 എന്ന് പറഞ്ഞാൽ 1/8 ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സിലത് രജിസ്റ്റർ ആവും. ഒരു എഫേർട്ട് ഇല്ലാതെ നമുക്കത് രജിസ്റ്റർ ആവും. പിന്നെ നമ്മൾ എക്സാമിന് പോണ സമയത്ത്, എക്സാമിന് നമ്മളിപ്പം പ്രിലിമിനറി എക്സാമോ മെയിൻസ് എക്സാം, അങ്ങനെ നമ്മൾ ബാങ്ക് എക്സാം എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും ആ എക്സാമിന് പോണ സമയത്ത് ഇതൊന്ന് മറിച്ച് ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പം വാല്യൂസ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കണതായിരിക്കും കുറച്ചും കൂടെ എഫിഷ്യൻറ്റ്. കാണാപ്പാടം നമ്മൾ തലതല്ലി ഇങ്ങനെ ഇത് ഓക്കെ 1/1 = 100%, 1/2 = 50%, അങ്ങനെ കാണാപ്പാടം ഇങ്ങനെ തലതല്ലി ഇങ്ങനെ പഠിക്കുന്നത് ഒരു എഫക്റ്റീവായ ഒരു മെത്തേഡല്ല. കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവായി നമുക്ക് പഠിക്കുകയും കാര്യം ഓർത്തിരിക്കാൻ പറ്റുകയും, നമുക്കത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, പഠിച്ച കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമുക്കത് അപ്ലൈ ചെയ്യേണ്ട ആ സമയത്ത് നമുക്കത് സ്ട്രൈക്ക് ആവണം. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. പിന്നെ എക്സാമിന് പോണതിന് മുമ്പ് ഈ വാല്യൂസ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ അതാണ് പെർസെൻറ്റേജ് ടു
ഫ്രാക്ഷൻ. അപ്പോൾ ഈ വാല്യൂസ് 1 തൊട്ട് 10 വരെ പറഞ്ഞ പോലെ 1 തൊട്ട് 20 വരെ, ഈ 1 തൊട്ട് 10 വരെ നമ്മൾ എങ്ങനെയാണോ ഈ എന്താ പറയുക പെർസെൻറ്റേജ്, അതായത് 50% എന്ന് പറഞ്ഞാൽ 50/100 ചെയ്തപ്പോഴാണ് 1/2. അതേപോലെ എല്ലാ വാല്യൂസും ആ കറസ്പോണ്ടിങ് വാല്യൂ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടണത് അതാണ് നമ്മുടെ ഫ്രാക്ഷൻ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണ കാര്യം, ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷനൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പം നിങ്ങൾ ആലോചിക്കുമായിരിക്കും, ഇപ്പം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 43.75% ഓഫ് സോ ആൻഡ് സോ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു വാല്യൂ നമ്മളിവിടെ പഠിച്ചേ ഇല്ലല്ലോ എന്ന് ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. യെസ്, നമ്മൾ പഠിച്ച എല്ലാ വാല്യൂസും അതേപടി, അല്ലെങ്കിൽ ആ ഒരു എക്സാമിൽ നമ്മൾ പഠിച്ച വാല്യൂസ് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ വാല്യൂസും നമുക്കിരുന്ന് പഠിക്കാനും നമുക്ക് പറ്റില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനാണ് നമ്മൾ 20 വരെയുള്ള വാല്യൂസ് നമ്മൾ പഠിച്ച്. നമ്മുടെ എക്സാമിൽ ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വാല്യൂസുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ആ എക്സാമിൽ ചോദിക്കും. 43.75 എന്ന് നമ്മൾ ആ ഒരു വാല്യൂ നമ്മളിവിടെ പഠിച്ച ഒരു വാല്യൂ ആയി കണക്ഷൻ ഉണ്ട്. ഓക്കെ, 6.25 × 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ 43.75. ഓക്കെ, സോ അത് നമുക്ക് അത് മനസ്സിലാക്കാം. സോ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിയാൽ ഓക്കെ, ഇവിടെ നമ്മൾ ഏത് ഫ്രാക്ഷൻ യൂസ് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഈ സെഷനിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണ കാര്യം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകണം, നമുക്ക് 1 by 1 ഇന്ന് തന്നെ നമുക്കത് തുടങ്ങാം. 1 by 1 എന്ന് പറയുമ്പോൾ എന്താണ്? 100ൻ്റെ മൾട്ടിപ്പിൾസ് 200, 300, 400 അങ്ങനെ സോ ആൻഡ് സോ എത്ര വാല്യൂസ്, ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ 100% ഓഫ് 872 ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 100% ഓഫ് 872 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 100% ഓഫ് 872 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് 100ൻ്റെ ഫ്രാക്ഷൻ എന്താണ്? 1 by 1 ആണ്. സോ 1 by 1 × 872 ചെയ്യുമ്പോൾ നമുക്ക് ആ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ആക്ച്വൽ പ്രൊസീജിയർ. ഇനി ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും കൂടെ ഞാൻ പറയാം. 100% എന്ന് പറഞ്ഞാൽ 100% അല്ലേ? യെസ്, 100% എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ 100% എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഉണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമിൽ നമ്മൾ കൂടുതലും ഈ ശതമാനം കോമൺ ആയി കേൾക്കണം. ഇപ്പോൾ ഒരു എക്സാം എഴുതി, ഇപ്പോൾ പബ്ലിക് എക്സാം 10th പബ്ലിക് എക്സാമിൽ ഈ കൊല്ലം 100% അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ 100% വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ എത്ര കുട്ടികൾ, 60 കുട്ടികൾ അല്ലെങ്കിൽ 1000 കുട്ടികൾ എഴുതിയെങ്കിൽ 1000 പേരും പാസ്സായി അല്ലേ? അപ്പോൾ അത് ഫുൾ എല്ലാവരും പാസ്സായി, അവിടെ ഒരാൾ പോലും തോറ്റുപോയിട്ടില്ല. സോ അതാണ് 100%ൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ എന്താണ്? അതേപോലെ 100% ഓഫ് 872 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? അത് മുഴുവനും അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 872. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 100% ഓഫ് ഏതൊരു സംഭവം തന്നിട്ട്, ഇപ്പോൾ 100% ഓഫ് 1 തന്നിട്ടുണ്ട്, ആൻസർ 1 ആണ്. 100% ഓഫ് ഇപ്പം 1,82,075 ഇങ്ങനൊരു വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ 100% എന്താണ് ആ വാല്യൂ? അത് അതേപടി അങ്ങോട്ട് എഴുതുക. ഓക്കെ, യെസ്, അതാണ് 100% ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ 100% അല്ല ചോദിച്ചത്. ഇനിയിപ്പോൾ ഒരു 200% ഓഫ് 7285 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആ 200% നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കാത്ത ഒരു വാല്യൂ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? നമ്മൾ പഠിച്ച വാല്യൂമായി ചില വാല്യൂസ് നമ്മൾ പഠിച്ച കുറേ വാല്യൂസുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ ഈസി, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ, അത് നമുക്കവിടെ യൂസ് ചെയ്യാം. ഇന്ന വാല്യൂ യൂസ് ചെയ്യാവുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ 200 എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ 100 ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് 100ൻ്റെ മൾട്ടിപ്പിൾ, 50യുടെ മൾട്ടിപ്പിളാണ് 200, 25ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, സോ അപ്പം അതിന് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മുടെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയത് ഏതാണ്? 100 ആണ്.
അപ്പോൾ നമുക്കിത് അറിയാം 200 എന്ന് പറഞ്ഞാൽ 2 × 100 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 100% ഓഫ് 7285. ഓക്കെ, ഈ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻറ്റു എന്നാണ്. ഓക്കെ, ഇൻറ്റു, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു സിമ്പൽ മൾട്ടിപ്ലൈ ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഈ ഓഫ് എന്ന് പറയുന്നത് ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 7285. 2 × 100% ആണ്. 100% എന്താണ്? 7285. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2 × 7285 ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. 200-ന് പകരം ഇനി 300 ആണെങ്കിലോ ഇവിടെ നമ്മൾ 3 ആക്കുക. അപ്പോൾ 800% ഓഫ് 7 എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. 800% ഓഫ് 7 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടപാടെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 7 56. ഓക്കെ, ഡൺ. അപ്പോൾ അത് ഓക്കെ ആണല്ലോ, അത് മനസ്സിലായല്ലോ അല്ലേ? സോ അതാണ് നമ്മുടെ 100%ഉം അതുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾസും. സോ ഇതിപ്പോൾ 100 നമ്മളിനി നോക്കാൻ പോണ എല്ലാ പെർസെൻറ്റേജിലും നമ്മൾ സെയിം സംഭവം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. സെയിം ഐഡിയ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. എങ്ങനെ നമുക്കത് കണ്ടിട്ട് ഓക്കെ ഇത് ഇന്നതിൻ്റെ മൾട്ടിപ്പിളാ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണുള്ളൂ. ഹൺഡ്രഡ് കഴിഞ്ഞു. ഇത് നമ്മൾ നോക്കാൻ പോണത് 50. 50, 100, 150, 200, 250 അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 50% ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ട്. 50% ഓഫ് 282. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ കിട്ടി, പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് 50% ആണ്, നമ്മൾ പഠിച്ച വാല്യൂ ആണ്. യെസ്, പഠിച്ച വാല്യൂ ആണ്. അപ്പോൾ 50% എന്തായിരുന്നു? 1/2 അല്ലേ? അപ്പോൾ 1/2 × 282 ചെയ്യുമ്പം 141 നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. സോ അതാണ് 50%. പക്ഷെ നമ്മുടെ എക്സാമിൽ അവർ 50% അല്ല ചോദിച്ചത്, 250% ഓഫ് 282 ആണ് ചോദിച്ചതെന്നിരുന്നോട്ടെ. അപ്പോൾ ഈ 250% നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? യെസ്. പക്ഷെ നമ്മൾ പഠിച്ച ഏതോ ഒരു വാല്യൂ ആയി അതിന് കണക്ഷനുണ്ട്. ഏത് വാല്യൂ ആയിട്ടാണ്? നമ്മുടെ 50% 50%ആയിട്ടാണ് ഈ വാല്യൂ കണക്റ്റഡ്. അപ്പോൾ 50നെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 250 കിട്ടണമെന്നാണ് നമ്മൾ പിന്നെ ആലോചിക്കുന്നത്. 50യെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 250 കിട്ടണേ? 50 × 5 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 250 കിട്ടണേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 5 × 50% ഓഫ് 282. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 50%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? ഹാഫ് × 282. അപ്പോൾ 141 × 5 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, അത് 50യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂയുടെ ഹാഫ് ആദ്യം കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ വാല്യൂ അതായത് നമുക്ക് തന്നേക്കണ വാല്യൂ 50യുടെ മൾട്ടിപ്പിൾ എത്രാമത്തെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വാല്യൂ, ആ പെർസെൻറ്റേജ് വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 250ക്ക് പകരം ഇവിടെ 350 ആണെന്നിരുന്നോട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് 5ന് പകരം നമ്മൾ ഏത് വാല്യൂ ഇടും? 7. ഓക്കെ, നമ്മളിവിടെ ഏത് വാല്യൂ ഇടും? 7. അങ്ങനെ 50യുടെ എത്രാമത്തെ മൾട്ടിപ്പിൾ, ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 50യുടെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തന്ന പെർസെൻറ്റേജ് വാല്യൂ കിട്ടണമെന്ന് നമ്മൾ നോക്കിയിട്ട് അത് ഇൻറ്റു 1/2. ഓക്കെ, അതാണ് 50 ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 50. ഇനി നമുക്ക് 100 നമുക്ക് 50 വെച്ച് ചെയ്യാം, 200 നമുക്ക് 50 വെച്ച് ചെയ്യാം. അതായത് 100 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 × 1/2 ആണ്. 2 × 1/2 ഇൻറ്റു നമുക്ക് തന്നേക്കണം നമ്പർ. ഈ 2ഉം 2ഉം നമുക്ക് വെട്ടാം, അപ്പോൾ ആ നമ്പർ അങ്ങനെ തന്നെ വരും. ഇനി 200 ആണെങ്കിൽ അങ്ങനെയാണ് 4 × 1/2. അപ്പോൾ 4/2 2 ആണ്. 2 × തന്ന നമ്പർ. ഓക്കെ, അതാണ് നമ്മുടെ 50. ഇനി നമ്മൾ നോക്കാൻ പോണ നെക്സ്റ്റ് വാല്യൂ 33 1/3. 33 1/3, 66
2/3, 99 3/3, 12, 132 4/3, പിന്നെന്താണ് 165 5/3. ഇങ്ങനെ നമുക്ക് വാല്യൂസ് വരുന്നു. ഇനി 33.33, 66.66, 99.99 അതങ്ങനെ പോകും. അപ്പോൾ ഇനി നമുക്ക് 33 1/3. അപ്പോൾ നമുക്ക് 33 നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 33 1/3 അല്ലെങ്കിൽ 33.33 അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓഫ് 282 എന്നിരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ 33 1/3 നമ്മൾ നോക്കി, നമ്മൾ പഠിച്ച വാല്യൂ ആണ്. അതിൻ്റെ ഫ്രാക്ഷൻ 1/3 ആണ്. 1/3 ഇൻറ്റു 282. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ 33 1/3 അല്ല, അതിന് പകരം അവർ ചോദിച്ചത് 66 2/3 ആണ്. 66 2/3% ഓഫ് സെയിം വാല്യൂ തന്നെ ഇരുന്നോട്ടെ. 66 എന്ന് കാണുമ്പോൾ 66 കണ്ടാൽ നമുക്ക് മനസ്സിലാവും, യെസ് നമ്മൾ ആദ്യം നോക്കി 66 2/3 നമ്മൾ ആദ്യം 2/3 നോക്കി. 2/3 ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് 2/3 നമ്മൾ 16 2/3 പഠിച്ചിട്ടുണ്ട്, 6 2/3 പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല ഇവിടെ തന്നേക്കണേ. അപ്പോൾ നമ്മൾ 66 നോക്കി. അപ്പോൾ 66 കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ 66 എന്ന് പറയുന്നത് 33യുടെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 33 1/3 ആണ്. ഓക്കെ, 33യുടെ കൂടെ 33 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 66 കിട്ടും. 1നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. നോക്കാം. അപ്പോൾ നമ്മളിത് നോക്ക്, കമ്പയർ ചെയ്യുമ്പോൾ 33 1/3യുടെ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. 33 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 66. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇന്നത്തെ സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ 33 ഇൻറ്റു 2 ഒരു ഹോൾ നമ്പർ കൊണ്ട് നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോൾ നമ്പർ പാർട്ടിലും ഫ്രാക്ഷനിൻ്റെ ന്യൂമറേറ്റർ പാർട്ടിലും മാത്രമേ ചേഞ്ച് വരുള്ളൂ. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അല്ലേ? യെസ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 33 1/3% ഓഫ് 282 എന്ന് നമുക്ക് എഴുതാം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മൾ എന്തെഴുതും? 2 ഇൻറ്റു 1/3 ഇൻറ്റു 282. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇപ്പോൾ നമുക്ക് ഈ 66 അല്ലെങ്കിൽ 99, സോ ഇങ്ങനത്തെ വാല്യൂസൊക്കെ കാണുമ്പോൾ കണ്ടപാടെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് നമ്മുടെ 33 1/3യുമായി റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 33 അല്ലെങ്കിൽ 66 99 ഒന്നുമല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്ന വാല്യൂ 165 5/3 ആണ്. 165 5/3% ഓഫ് 282 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 165, സോ ഇങ്ങനൊരു വാല്യൂ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് സ്ട്രൈക്ക് ആവും, ചിലർക്ക് പെട്ടെന്ന് അതൊരു 33യുടെ മൾട്ടിപ്പിൾ ആണെന്ന് സ്ട്രൈക്ക് ആവണമെന്നില്ല. സോ അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് ആയില്ല ചില വാല്യൂസ് കാണുമ്പോൾ, ചില മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂസ് കാണുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആയില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ ഡിനോമിനേറ്റർ പാർട്ട് എടുക്കും. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്താണ്? 3 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് തന്നേക്കണമെങ്കിൽ നമ്മൾ പഠിച്ച മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂസ് നമ്മൾ ആലോചിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ഡെസിമൽ പോയിൻറ്റ് പാർട്ടാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തന്നതെങ്കിൽ നമ്മൾ പഠിച്ച ഡെസിമൽ വാല്യൂസ് നമ്മൾ ആലോചിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷനാണ്. സോ നമ്മൾ പഠിച്ച മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂസാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആദ്യം ഏതാ നോക്കുന്നത്? ഡിനോമിനേറ്റർ നോക്കും. ഓക്കെ, അതായത് നമ്മുടെ ഹോൾ നമ്പർ പാർട്ട് കണ്ടിട്ട് ഇന്നതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മുടെ ഡിനോമിനേറ്റർ നമ്മൾ നോക്കും. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ചും ഇല്ല. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷനിൽ നമ്മളൊരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ചേഞ്ച് വരാറില്ല, അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ ഏതാ നോക്കുന്നത്? ഡിനോമിനേറ്റർ നോക്കും. സോ ഡിനോമിനേറ്ററിൽ 3 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ. സോ ഡിനോമിനേറ്റർ 3 വന്ന പോലെ, ഡിനോമിനേറ്റർ 3 വന്ന പോലെ നമ്മൾ ഏതൊക്കെ വാല്യൂസാണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്, അല്ലേ? ചില സമയത്ത് നമ്മൾ 1 എണ്ണം മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ചില സമയത്ത് നമ്മൾ 1ൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മൊത്തം 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് നമ്മുടെ 33 1/3 ആണ്. ഒന്ന് നമ്മുടെ 16 2/3 ആണ്. ഒന്ന് നമ്മുടെ 6 2/3 ആണ്, അല്ലേ? യെസ്.
അപ്പോൾ നമ്മൾ നോക്കാം, നമുക്ക് 6 2/3 എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടും 3 ആണ്. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഇനി നമ്മൾ നമ്മുടെ ന്യൂമറേറ്റർ നോക്കും. ഫ്രാക്ഷൻ പാർട്ടിൻ്റെ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ നോക്കുമ്പം ന്യൂമറേറ്ററിൽ 5 ആണ് അല്ലേ? ന്യൂമറേറ്ററിൽ 5 ആണ്. അപ്പോൾ 2യുടെ കൂടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്? 2 × 2.5 ആണ് നമ്മുടെ 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹോൾ നമ്പർ പാർട്ടിലും 2.5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് 2.5 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ച വാല്യൂവേ അല്ല നമുക്ക് കിട്ടുക അല്ലേ? 12 അല്ല, 306 ആണ്. 30 6 15 കറക്റ്റ് അല്ലേ? 5 6 30 ബാക്കി 3. യെസ്, നമുക്ക് കിട്ടിയ ആൻസർ 15 ആണ്. സോ 15ഉം ഈ 165ഉം തമ്മിൽ ഒരു ബന്ധമില്ല. ഐ മീൻ 15 അല്ലല്ലോ 165. ഇനി നമ്മൾ 16 2/3 നോക്കുകയാണ്. ഇവിടെയും നമ്മുടെ ന്യൂമറേറ്ററിൽ 2 ആണ്. അപ്പോൾ 2 × 2.5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അതേപോലെ നമ്മൾ 16 × 2.5 കൊണ്ട് നമ്മൾ ചെയ്യുന്നു 200. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 16 × 25 40 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ച വാല്യൂ അല്ല അത്. അപ്പോൾ നമ്മൾ അതും നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മൾ പഠിച്ച ഏറ്റവും ലാസ്റ്റ് വാല്യൂ 33 1/3. അപ്പോൾ നമ്മൾ നമ്മുടെ ന്യൂമറേറ്റർ നോക്കുവാണ്. ന്യൂമറേറ്റർ ഇവിടെ 1 ആണ്. 1 × 5 ആണ് 5. അപ്പോൾ നമ്മുടെ ഈ ഹോൾ നമ്പർ പാർട്ടിൻ്റെ കൂടെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 5s are 15, ബാലൻസ് 165. യെസ്, സോ നമുക്ക് എന്താ കിട്ടിയത്? 33 1/3 ഈസ് അവർ മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? 5 × 33 1/3% ഓഫ് 282. ഇനി സംഭവം ഈസിയാണ് അല്ലേ? 5 × 1/3 × 282 സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ വാല്യൂ, ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂ തന്നിട്ട് നമുക്കത് ഏതിൻ്റെ മൾട്ടിപ്പിളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ചില വാല്യൂസ്, ചില ഡിനോമിനേറ്റർ വാല്യൂസ് ഒരെണ്ണത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈസിയായി സോൾവ് ചെയ്യാം. ചിലത് 2-3 എണ്ണത്തിന് ഉണ്ടാവും. സോ അതനുസരിച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയി തോന്നുമായിരിക്കും. കാരണം ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ചടപടേന്ന് ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെത്തേഡും ഭയങ്കര ഈസിയാണ്. ഓക്കെ, അതാണ് നമ്മുടെ 33 1/3. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് നമുക്കിന്ന് 1/5 വരെയുള്ള വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. ബാക്കി അതായത് 1/6 തൊട്ട് 1/20 വരെ ഉള്ളതിൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നെക്സ്റ്റ് വാല്യൂ 1/4ൻ്റെ ആണ്. 25 50 75 100 125 150 അതങ്ങനെ പോകും. ഓക്കെ, ഈ 100 50 25 ഇതൊക്കെ നമുക്ക് കുറച്ച് ഈസി ആയ സംഭവങ്ങളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ 25% ഓഫ് 72. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച വാല്യൂ ആണ്. യെസ്, 25. അപ്പോൾ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ 1/4 നമുക്ക് കുറേ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. 1/4 × 72 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റനിൽ അവർ എന്താ പറയുക, അവർ 25 എന്നല്ല ചോദിച്ചത്, അവർ ചോദിച്ചത് 125 ആണ്. കുഴഞ്ഞു അല്ലേ? നമ്മളങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല. 125. ഓക്കെ, നമ്മൾ പഠിച്ച വാല്യൂ അല്ല, അതുകൊണ്ട് ഇപ്പം എന്താ നമ്മുടെ 25ൻ്റെ മൾട്ടിപ്പിളാണത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 125 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 25. അപ്പോൾ അത് എത്രാമത്തെ മൾട്ടിപ്പിൾ അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 25ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 50യുടെ മൾട്ടിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ 100ഉമായി നിങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ 125 നമുക്കത് 5 എന്ന് നമുക്ക്
അറിയാം. എന്നാലും നമുക്കിപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി ഇപ്പോൾ 725% ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ 25 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോകും. സോ അതിനാണ് നമ്മൾ 100-മായി നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് 100-ൽ എത്ര 25 ഉണ്ട്, അതാണ് നമ്മൾ ആദ്യം നോക്കുക. 25 ആയാലും 50 ആയാലും നിങ്ങൾക്ക് ഈ സെയിം ലോജിക്ക്, സെയിം മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാം. അതായത് 100-ൽ 25 425 കൂടുമ്പോഴാണ് നമ്മുടെ 100 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 725 ആണെന്ന് ഇരുന്നോട്ടെ. അപ്പം 100 എന്ന് പറയണതിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെടുക്കും? നമ്മൾ 700 എടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 4 × 7 നമുക്ക് 28 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തായി, നമ്മുടെ നമ്പറിൻ്റെ അടുത്തായി. ഇനി നമ്മൾ അതിൽ എത്ര 25 ബാലൻസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ എത്ര 25 ബാലൻസ് ഉണ്ട്? 25. ഒരു 25 ആണ് ബാലൻസ്. അപ്പോൾ 28 + 1 ചെയ്യുമ്പം മൊത്തം 29 ആണ്. അപ്പോൾ 29 × 25 ആണ് നമ്മുടെ 725. ഇനി നിങ്ങൾ നോക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 775% ഓഫ് ഒരു വാല്യൂ എന്നാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ സെയിം ആണ്. നമ്മുടെ 700 നമ്മൾ ആ ഒരു നിയറർ വാല്യൂവിൽ എത്തി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് എത്ര 25 ബാക്കിയുണ്ട് നോക്കുക. 25, 50, 75. 75 എന്ന് പറഞ്ഞാൽ 3 25 കൂടുന്നതാണ് 75. അപ്പോൾ നമുക്കിവിടെ 3 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്താവും? 31 എന്ന് നമുക്ക് ചെയ്യാം. ഇനി ഈ 775-ന് 700 ആ ഒരു നമ്പർ വെച്ച് അപ്രോച്ച് ചെയ്യാതെ വേറൊരു നമ്പറും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. 800. അതായത് 800-ൽ എത്ര പ്രാവശ്യമുണ്ട്? 8 × 4 32 ആണ്. ഓക്കെ, നമ്മുടെ 775 എന്ന് പറഞ്ഞാൽ 800-ൽ നിന്ന് ഒരു 25 പോകുമ്പോഴാണ് നമുക്ക് ഏത് വാല്യൂ കിട്ടുക? 770. 100-ൽ നിന്ന് ഒരു 25 പോകുമ്പോഴാണ് നമുക്ക് 75 കിട്ടുന്നത്. അപ്പോൾ 800-ൽ നിന്ന് ഒരു 25 പോകുമ്പോഴാണ് നമുക്ക് 775 കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 32 - 1. അപ്പോൾ 31. നോക്കുക, രണ്ടിൻ്റെയും ആൻസർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 50 ആണ്. ഇപ്പോൾ ഇവിടെ 750 ഉണ്ട്. ഇതൊരു 50-ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 50 ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നും കൂടെ നമുക്ക് നോക്കാം. 50-ൽ നമ്മളത് പറഞ്ഞില്ലല്ലോ അല്ലേ? യെസ്. അപ്പോൾ 50, 100-ൽ എത്ര 50 ഉണ്ട്? 2 50 ആണുള്ളത്. വേറെ 2 എണ്ണം. അപ്പം 700-ൽ എത്ര 50 ഉണ്ട്? 2 × 7 14. അത് കൂടാതെ അപ്പം എത്ര 50 ബാലൻസ് ഉണ്ട്? ഒരു 50 കൂടെ ബാലൻസ് ഉണ്ട്. അപ്പം 15. ഇതിനെ നമുക്ക് വേറെ നമ്മൾ 25 ചെയ്ത പോലെ വേറൊരു നമ്പർ വെച്ച് ചെയ്യാം. അതായത് നമ്മുടെ 800. 800 നമ്മളെങ്ങനെ ചെയ്യും? 2 × 8. അതെന്താണ്? 16 ആണ്. 800-ൽ നിന്ന് ഒരു 50 പോകുമ്പോഴാണ് നമുക്ക് 750 കിട്ടുക. അപ്പം 16 - 1 എന്ന് പറഞ്ഞാൽ 15. നമുക്ക് കിട്ടിയ രണ്ട് ആൻസറും സെയിം ആണ്. അങ്ങനെ ഈ 25, 50 നിങ്ങൾക്ക് 100-മായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നമ്മളപ്പോൾ ആലോചിച്ച് 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ 5 കൊണ്ട് വെട്ടി കുറച്ച് ടൈം എടുക്കും. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ 125 ആണ്. അപ്പം 100-ൽ 4 25 ഉണ്ട്. അപ്പം ബാലൻസ് എത്ര 25 ബാക്കിയുണ്ട്? ഒരു 25 കൂടെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ മൊത്തം എത്ര 25 ആണ്? 5 25 ആണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 5 × 25% ഓഫ് 72. 25%-ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 1/4 ആണ്. അപ്പോൾ 5 × 1/4 × 72 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 325. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കി സോൾവ് ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇപ്പോൾ 325 നമുക്ക് മനസ്സിൽ തന്നെ അത് ആലോചിക്കാം. നമ്മൾ ആദ്യമൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പേപ്പറിൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ 300-ൽ 4 ഉണ്ട്. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ 4 × 3 12. ഓക്കെ, ബാലൻസ് എത്ര 25 ഉണ്ട്? ഒരു 25 ഉണ്ട്, അല്ലെങ്കിൽ 2 25 ഉണ്ട്, അല്ലെങ്കിൽ 3 25 ഉണ്ട്. അങ്ങനെ നിങ്ങൾ ആദ്യം പേപ്പറിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് പേപ്പറിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ച് സ്പീഡാവും. അങ്ങനെ സ്പീഡ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുക. സോ അങ്ങനെ നമ്മളെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ഷോർട്ട് ട്രിക്സ്, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ പഠിച്ച് നമ്മുടെ ഒരു കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക്
പ്രിലിമിനറി എക്സാമിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ 325 ആലോചിക്കുകയാണ്. ഓക്കെ, 100ൽ 4ആണ്, 300ൽ എത്രയാണ്? 4 × 3 ചെയ്യുമ്പോൾ 12. ഇവിടെ ഒരു എത്ര 25 ബാക്കിയുണ്ട്? ഒരു 25 ആണ് ബാക്കി. സോ നമുക്ക് കിട്ടുന്നത് 13. 13 × 1/4 × 72. ഓക്കെ, സോ അതാണ് നമ്മുടെ 25ഉം അതിൻ്റെ മൾട്ടിപ്പിൾസും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ലാസ്റ്റ് വാല്യൂ, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം എല്ലാ വാല്യൂസും കൂടെ ഒന്നിച്ച് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ബാക്കി വാല്യൂസ് നമ്മളിപ്പോൾ ആദ്യം ഫ്രാക്ഷൻ പഠിച്ചു, പിന്നെ എന്താണ് പെർസെൻറ്റേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ എല്ലാവരുടെയും ബ്രെയിനൊക്കെ ടയർഡായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഓഫ് ചെയ്ത് 1/5 വരെ നോക്കിയിട്ട് ഈ സെഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മൾട്ടിപ്പിൾസും പിന്നെ അത് കൂടാതെ വേറെ നമ്മൾ പെർസെൻറ്റേജിൽ അറിഞ്ഞിരിക്കേണ്ട വേറെ 1-2 കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ആ സെഷൻ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പോൾ നമ്മുടെ 1/5ൻ്റെ 20, 40, 60, 100, 120 അതങ്ങനെ നീണ്ട് പോകും. സോ 20 നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 20% ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പോൾ 725 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, അതെ നമ്മൾ പഠിച്ച വാല്യൂ ആണ്. നമ്മൾ 1/5 എന്ന് കൊടുത്തു × 725. ഈസി, ഇറ്റ്സ് വെരി ഈസി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ 20 അല്ല 60% ആണ് ചോദിച്ചത്. 60% ഓഫ് 725. സോ നമ്മൾ ആലോചിക്കുവാണ്. ഓക്കെ, 60%ൽ 20 എത്ര പ്രാവശ്യമുണ്ട്? അപ്പോൾ 20 × 3 ആണ് 60. 20 × 3 ആണ് 60. അപ്പോൾ നമ്മളതിനെ എങ്ങനെ സോൾവ് ചെയ്യും? 3 × 20% ഓഫ് 725. അപ്പോൾ 3 × 1/5 × 725 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഒരു 260 അല്ലെങ്കിൽ ഇപ്പം 340, നിങ്ങൾക്ക് 340 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. അതായത് 340% ഓഫ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അങ്ങനൊരു നമ്പറാണ് തന്നത്. 340% ഓഫ് 725. ഓക്കെ, ഈ 340% എന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് 10% വെച്ചും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 20% നോക്കണോണ്ട് നമുക്ക് 20% നോക്കാം. അപ്പോൾ 20% വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 340 നമ്മൾ കണ്ടു. ഇപ്പോൾ 60-ഓ 40-ഓ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 100 ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും അല്ലേ? യെസ്, ഇപ്പോൾ 3 × 20 ആണ് 60 എന്നൊക്കെ. ഇപ്പോൾ 340 ആകുമ്പോൾ നമുക്ക് അത് 340 അത് എത്രയാണെന്ന് നമുക്കത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ നമ്മൾ എക്സാമിൻ്റെ ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പം നമുക്കവിടെ സമയമില്ല. എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ടൈം തീരും നമ്മുടെ പ്രിലിമിനറി എക്സാമിൽ. സോ അപ്പം 340 10% വെച്ച് നമുക്കിതിനെ ചെയ്യാം. അതല്ലാതെ 20% വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. 340ൽ എത്ര പ്രാവശ്യമുണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20 എന്ന് പറഞ്ഞാൽ 2 × 10 ആണ് അല്ലേ? 2 × 10 ആണ്. അപ്പം 10 എന്ന് പറയുന്നത് ഒരു നമ്പർ 10ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിളാണ്, അല്ലെങ്കിൽ ആ നമ്പറിൽ 10 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ ഒരു 0 ഒഴിവാക്കാം. അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് മാറ്റി ഒരു പോയിന്റ് വെച്ചാൽ നമുക്ക് അത് 10ൻ്റെ ആ നമ്പർ ഡിവൈഡഡ് ബൈ 10 എന്താണെന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 10ൻ്റെ ഡബിളാണ് 20. അപ്പം നമുക്ക് ആവശ്യമുള്ള ആ നമ്പർ, അതായത് ഇപ്പോൾ 340ൽ 20 എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഡിവൈഡഡ് ബൈ 10 കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും? 34. അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, അതായത് 340 ഏത് നമ്പർ ആയാലും അതിന് നമ്മൾ 20% അല്ലെങ്കിൽ 20 ആ നമ്പറിൽ എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ, പെർസെൻറ്റേജ് എന്നല്ല, ഏതൊരു നമ്പറും നമുക്ക് ഡിവൈഡഡ് ബൈ 20 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 20 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഹാഫ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതിന് നമ്മൾ ഡിവൈഡഡ് ബൈ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും. 34 ഡിവൈഡഡ് ബൈ 2
17 ആണ്. ഓക്കെ, അതൊരു വലിയ, അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് കിട്ടണ വാല്യൂടെ ഹാഫ് എടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു പാടുള്ളൊരു ജോലിയല്ല. ഇപ്പോൾ 34 എന്ന് കണ്ടാൽ ഏകദേശം എല്ലാവർക്കും അറിയാം അത് 17ൻ്റെ ഡബിളാണ് 34 എന്ന്. ഓക്കെ, ഇനിയിപ്പോൾ 840% ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം പ്രൊസീജിയറാണ്. നമ്മൾ ആദ്യം ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 84 കിട്ടും. 84 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 42. ഓക്കെ, അപ്പോൾ 42 ടൈംസ് ആണ് 20 ഏത് നമ്പറിലുള്ളത്? 840യിലുള്ളത്. സോ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു പെർസെൻറ്റേജിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ട്രിക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മുടെ 20%ഉം അതുമായിട്ട് റിലേറ്റഡ് ആയ അതിൻ്റെ മൾട്ടിപ്പിൾസും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ സിംപ്ലിഫിക്കേഷൻ്റെ ഫസ്റ്റ് കാര്യം, സിംപ്ലിഫിക്കേഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിലെ ഫസ്റ്റ് കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പം നോക്കി തുടങ്ങിയത്. അത് നമ്മളൊരു പകുതി വഴിക്ക് വെച്ച് നമ്മളിവിടെ ഈ സെഷനിൽ നിർത്തുക. അതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. പിന്നെ അതിൻ്റെ അടുത്ത സെഷനിൽ ഈ ഒരു പഠിച്ച കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ, ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ കൺഫ്യൂഷൻ മാറും. പിന്നെ നമ്മൾ ആ പ്രോബ്ലംസും കൂടെ ചെയ്യുമ്പം നമ്മൾ പക്കായിരുന്നു. പിന്നെ നമുക്ക് പെർസെൻറ്റേജിൽ എങ്ങനത്തെ പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും നമ്മൾ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുറേ പേർക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ നെയ്ബേഴ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. നമ്മുടെ നാട്ടിൽ കുറേ ബാങ്കേഴ്സ് അങ്ങനെ ഉണ്ടാവട്ടെ. റെഗുലറായി നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക. നമ്മൾ ഡെയിലി വൊക്കാബ്, ഡെയിലി ഫ്രേസൽ വെർബൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അത് കാണുക. ഡെയിലി അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി അതങ്ങനെ പഠിച്ച് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് ഈസി ആയിരിക്കും പഠിക്കാൻ. നമുക്കൊരു പഠിക്കുക എന്നുള്ളതൊരു വലിയൊരു പണിയായിട്ട് നമുക്ക് തോന്നില്ല. ഓക്കെ, അപ്പം ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.